ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. പോയിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങ് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ലഞ്ചാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഒരുവിധം എല്ലാം ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു പച്ചമാങ്ങ ചമ്മന്തിയും കൂടെ അങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ നല്ല കുറുകി ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ടായിരുന്നേ. ഞാൻ തേങ്ങയും പച്ചമുളകും കൂടെ അരച്ചിട്ടായിട്ട് അത് ഉണ്ടാക്കിയത്. അപ്പം നല്ലൊരു എരിവും കാണും. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ, അതും തൈരിൻ്റെ പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കാനായിട്ട്. ഞങ്ങളുടെ സൊസൈറ്റിയിൽ വിളക്ക് പൂജയ്ക്ക് പോയപ്പോൾ കുറച്ച് അരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അരിയും പിന്നെ കുറച്ച് പയറും കൂടി ഒക്കെ ഇട്ടിട്ട് ഞാനൊരു സ്വീറ്റ് പൊങ്കൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് വറ്റലും കൂടി എയർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം കറികളൊന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് ചോറ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വറ്റലും പപ്പടവും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലോ. അതുകൊണ്ട് അതൊക്കെ തീരുമ്പോൾ ഞാൻ അങ്ങ് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ചെറിയ രീതിയിലുള്ള ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചോറ് കുറച്ച് കുറച്ചിട്ടുണ്ട്. പകരം ഞങ്ങൾ തോരനൊക്കെയാണ് കേട്ടോ കൂടുതൽ കഴിക്കുന്നത്. പിന്നെ മാങ്ങാ ചമ്മന്തിയും പായസവും വറ്റലൊക്കെ കൂടെ അങ്ങ് വിളമ്പിയെടുത്തേ. ദേ പുളിശ്ശേരി അങ്ങ് ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ. വണ്ണം കുറയാനായിട്ട് ഡയറ്റിങ് മാത്രം പോരാ, ചെറിയ എക്സസൈസും ഒക്കെ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 2-3 ആഴ്ച നടന്നപ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസമൊക്കെ ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ അങ്ങ് ആവേശമായി. ഇപ്പോൾ പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സെയിൽ നടക്കുമല്ലേ. അപ്പോൾ ഞങ്ങളൊരു ഡമ്പലും കൂടെ മേടിച്ചു കേട്ടോ. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 കിലോഗ്രാമിന്റെ ഡമ്പലാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും നമുക്ക് അതിനൊരു ലക്ഷ്യം കാണുമല്ലോ. അപ്പോൾ ആ ഒരു എയിമിലേക്ക് എത്താനായിട്ടുള്ള എക്സസൈസ് വേണേ ചെയ്യാനായിട്ട്. പിന്നെ ഏത് എക്സസൈസ് ആണെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കൂടെ ചെയ്തങ്ങ് വണ്ണം കുറയ്ക്കാൻ നോക്കരുത്. ഇതിപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമേ ചെയ്യാവുള്ളൂ. അതും 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടേ ചെയ്യാവുള്ളേ. നിങ്ങൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിലും ആദ്യമൊക്കെ കുറച്ച് കൗണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രെയിനറിന്റെ ഗൈഡൻസിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്.